നമസ്കാരം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കാവുന്ന ഒരു സുപ്രധാന കോടതി വിധിയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഒ.ബി.സി സംവരണത്തിലെ ക്രീമി ലെയർ നിർണയവുമായി ബന്ധപ്പെട്ടാണ് കേരള ഹൈക്കോടതി പ്രധാനമായ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ ശമ്പളവും വരുമാനവും ക്രീമി ലെയർ നിർണയത്തിൽ പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഈ വാർത്ത കേട്ട ഉടൻ പലർക്കും ഒരു സംശയം ഉണ്ടായേക്കാം. ഇനി മുതൽ ഒ.ബി.സി സംവരണം അവസാനിക്കുമോ? സ്വകാര്യ ജോലിക്കാർക്ക് ഇനി സംവരണ ആനുകൂല്യങ്ങൾ ലഭിക്കില്ലേ? സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നോ? ഇതിന് ഉത്തരമില്ല എന്നതാണ്. ഇത് പുതിയ നിയമമല്ല. നിലവിലുള്ള ക്രീമി ലെയർ മാനദണ്ഡങ്ങൾ എങ്ങനെ പ്രയോഗിക്കണമെന്ന വിഷയത്തിലാണ് ഹൈക്കോടതി വിശദീകരണം നൽകിയിരിക്കുന്നത്. ആദ്യം ക്രീമി ലെയർ എന്താണെന്ന് മനസ്സിലാക്കാം. ഒ.ബി.സി വിഭാഗത്തിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ഒരേ രീതിയിൽ സംവരണ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. സാമ്പത്തികമായും സാമൂഹികമായും മുന്നിലെത്തിയ വിഭാഗങ്ങളെ ക്രീമി ലെയർ എന്ന് വിളിക്കുന്നു. ഇത്തരക്കാർക്ക് ചില സംവരണ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. യഥാർത്ഥത്തിൽ പിന്നാക്കാവസ്ഥയിലുള്ളവർക്ക് സംവരണത്തിന്റെ പ്രയോജനം ലഭിക്കണമെന്നതാണ് ഈ സംവിധാനത്തിന്റെ ലക്ഷ്യം. ഇതുവരെ പ്രധാനമായും സർക്കാർ ജോലിയിലുള്ളവരുടെ സ്ഥിതിയും മറ്റു വരുമാന ഘടകങ്ങളും പരിഗണിച്ചാണ് പല കേസുകളിലും ക്രീമി ലെയർ വിലയിരുത്തൽ നടന്നിരുന്നത്. എന്നാൽ സ്വകാര്യ മേഖലയിലെ ഉയർന്ന ശമ്പളവും അവഗണിക്കരുതെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കോടതി പറഞ്ഞത് എന്താണ്? സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് മാത്രം ഒരാളെ ക്രീമി ലെയർ പരിധിക്ക് പുറത്താക്കാനോ അകത്താക്കാനോ കഴിയില്ല. എന്നാൽ നിയമപ്രകാരം കണക്കാക്കേണ്ട വരുമാന ഘടകങ്ങളുണ്ടെങ്കിൽ അവയും കൃത്യമായി പരിശോധിക്കണമെന്ന് കോടതി വ്യക്തമാക്കിയതാണ്. ഇതുകൊണ്ട് എല്ലാവരും ക്രീമി ലെയറിലാകുമെന്ന് അർത്ഥമില്ല. വരുമാന പരിധി നിയമപ്രകാരം പരിശോധിക്കും. അർഹത ഓരോ വ്യക്തിയുടെയും രേഖകളും നിലവിലുള്ള സർക്കാർ മാനദണ്ഡങ്ങളും അടിസ്ഥാനമാക്കിയാണ് തീരുമാനിക്കുക. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഇനി ഒ.ബി.സി സംവരണം അവസാനിച്ചു എന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ ശരിയല്ല. ഈ വിധി പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടവർ ആരൊക്കെയാണ്? സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ഒ.ബി.സി വിഭാഗക്കാർ. സംവരണ ആനുകൂല്യം ഉപയോഗിച്ച് വിദ്യാഭ്യാസ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ. സർക്കാർ ജോലികൾക്ക് അപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ. ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാനിരിക്കുന്ന കുടുംബങ്ങൾ. ഇവർ സർക്കാർ പുറത്തിറക്കുന്ന നിലവിലുള്ള മാനദണ്ഡങ്ങളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കണം. ഇനി എന്താണ് ചെയ്യേണ്ടത്? ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഏറ്റവും പുതിയ സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പരിശോധിക്കുക. ആവശ്യമായ രേഖകൾ കൃത്യമായി സമർപ്പിക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട താലൂക്ക് ഓഫീസിലോ റവന്യൂ ഓഫീസിലോ അക്ഷയ കേന്ദ്രത്തിലോ അന്വേഷിക്കുക. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സ്ഥിരീകരിക്കാത്ത സന്ദേശങ്ങൾ മാത്രം വിശ്വസിച്ച് തീരുമാനങ്ങൾ എടുക്കരുത്. ഈ കോടതി വിധി ഒരു പുതിയ നിയമം പ്രഖ്യാപിക്കുന്നതല്ല. നിലവിലുള്ള നിയമങ്ങൾ പ്രയോഗിക്കുന്ന രീതിയെക്കുറിച്ചുള്ള പ്രധാനമായ നിയമപരമായ വിശദീകരണമാണ്. അതുകൊണ്ട് സർക്കാർ ഭാവിയിൽ പുതിയ ഉത്തരവുകളോ മാർഗനിർദ്ദേശങ്ങളോ പുറത്തിറക്കുകയാണെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം കോടതി വിധികൾ, സർക്കാർ പദ്ധതികൾ, ബാങ്കിംഗ് വാർത്തകൾ, റേഷൻ കാർഡ്, പെൻഷൻ, ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ എന്നിവയുടെ വിശ്വസനീയമായ അപ്ഡേറ്റുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. ഈ വിവരം മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നന്ദി.